മമ്മൂട്ടിയും CPM ബന്ധം ഉപേക്ഷിക്കുന്നു. കൈരളി ചാനൽ ചെയർമാൻ സ്ഥാനവും രാജിവെക്കുമെന്ന് സൂചന. തന്റെ രാഷ്ട്രീയം എന്തെന്ന് ഇതുവരെ പരസ്യമായി പ്രഖ്യാപിക്കാത്ത നടനാണ് മമ്മൂട്ടി. എന്നാൽ ആദ്യകാലം മുതൽ തന്നെ ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് CPMനോട് വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോന്ന താരമാണ് ഇദ്ദേഹം. CPM പരിപാടികളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടി CPM ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് ഇത് സംബന്ധിച്ചുള്ള കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത്. കൈരളി TV ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വൈകാതെ ഒഴിയുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കാൽ നൂറ്റാണ്ടിലേറെയായി CPM തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല. ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് CPM ബന്ധത്തിന്റെ പേരിലാണ്. സാഹിത്യ, സിനിമ, കലാരംഗങ്ങളിൽ CPM സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ്. പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ്. MLA മാരായിരുന്ന മഞ്ഞളം കുഴിയാലി, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ CPM ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ്. മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി. KT ജലീൽ അൻവറിന്റെ പാത പിന്തുടരുമെന്നത് തീർച്ചയാണ്. അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്ന് CPMൽ ചേരുന്നവരെല്ലാം മരണക്കിടിയിലാണ്. ചിലർക്ക് അപ്പകഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അതേസമയം പോസ്റ്റിന് താഴെ ചെറിയാൻ ഫിലിപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ള നിരവധി കമന്റുകളാണ് നിറയുന്നത്. തന്നെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വന്നവരെ അങ്ങനെ ചെയ്യുമെന്നും മമ്മൂട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായ ആളല്ല എന്നാണ് ഒരാൾ കുറിച്ചത്. മമ്മൂട്ടി ഒരിക്കലും CPM മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. CPM സൗഹൃദമുള്ളതുകൊണ്ട് കൈരളി ചാനൽ ചെയർമാനായി ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. താങ്കൾ പറഞ്ഞതനുസരിച്ച് CPM വിട്ടവർക്കെല്ലാം ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചു. മമ്മൂട്ടി CPM വിട്ടാൽ ദേശീയ പുരസ്കാരങ്ങൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആയേക്കാം. താങ്കളും വിശ്വസിച്ച പ്രസ്ഥാനത്തെ വഞ്ചിച്ചു CPMൽ വന്ന് രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വീണ്ടും മടങ്ങിപ്പോയ വ്യക്തിയാണ്. സ്നേഹിത, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു വിശ്വാസമാണ്. സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി താങ്കളെ പോലെ കാലത്തും വൈകിട്ടും അത് മാറുന്നവരും ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ളവരുടെ സ്ഥാനം കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലാണെന്നാണ് മറ്റൊരാൾ കമന്റ് ഇട്ടത്. എന്തായാലും പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി ആരംഭിച്ച വെളിപ്പെടുത്തലുകൾ ഇനിയും ആരെയൊക്കെയാണ് വീഴ്ത്തുക എന്ന ഉത്കണ്ഠ നിലനിൽക്കെ തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് എന്നതാണ് സിനിമാ പ്രേമികളെ ഏറെ ആകാംക്ഷയിലാക്കിയിരിക്കുന്നത്.